ജപ്പാനിലെ ഒരു പോർട്ടിൽ ഒരു കണ്ടെയ്നർ വീഴുന്നു. അതിന്റെ ഉള്ളിൽ നിറയെ രക്തചന്ദന മരങ്ങളോടൊപ്പം ഒരാളും ഉണ്ടായിരുന്നു. അതാണ് താഴാത്ത പുഷ്പ അണ്ണൻ. അണ്ണൻ 3 മാസമായത്രേ കണ്ടെയ്നറിനകത്ത്. എന്നാലും എങ്ങനെ 3 മാസം ഫുഡും ഭക്ഷണവും പോട്ടെ ഒന്ന് വിളിക്കിറങ്ങാനും കൂടെ സാധിക്കാതെ അവിടെ പിടിച്ചു നിന്നത്? അണ്ണൻ ജപ്പാനിലെത്തിയത് രക്തചന്ദനം വിറ്റ വകയിൽ കിട്ടാനുള്ള പൈസ മേടിക്കാൻ വന്നതായിരുന്നു. അവിടെ വെച്ച് ഒരു കൊലകൊല്ലി ഫൈറ്റ്. എല്ലാറ്റിനെയും അണ്ണൻ അടിച്ചു തൂറ്റിക്കുന്നു. അണ്ണൻ കണ്ടെയ്നറിന്റെ ഉള്ളിലിരുന്ന് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ച് ജാപ്പനീസിൽ എന്തൊക്കെയോ കൊണയ്ക്കുന്നു. പിന്നെ ഫ്ലാഷ് ബാക്ക്. അങ്ങനെ പുഷ്പ രക്തചന്ദന കള്ളക്കടത്തിന് രാജാവായി മാറിയിരിക്കുകയാണ്. എന്നാൽ പോലീസുകാരനായ ഷിഗാവത്ത് പുഷ്പയെ പൂട്ടാൻ വേണ്ടി വേഷം മാറി അവന്റെ ആളുകളെ പിടികൂടുന്നു. വിവരം അറിഞ്ഞ പുഷ്പ സ്റ്റേഷനിലെത്തി വൻ ഷോ. പിടിച്ച ആൾക്കാരെ മോചിപ്പിക്കാൻ വേണ്ടി അണ്ണൻ എല്ലാ പോലീസുകാർക്കും സർവീസിലിരിക്കുമ്പോൾ കിട്ടുന്ന പൈസ കൈക്കൂലി കൊടുക്കുന്നു. ഇത് ഷിഗാവത്തിന് ദേഷ്യം വീണ്ടും കൂട്ടുന്നു. അങ്ങനെ ശ്രീവല്ലിയോടൊപ്പം കല്യാണം കഴിഞ്ഞ പുഷ്പ ഒരു കുടുംബസ്ഥനായിരുന്നു. പക്ഷേ ശ്രീവല്ലി ചേച്ചിക്ക് ഒരു അസുഖമുണ്ടായിരുന്നു. പുഷ്പ അവളെ എപ്പോ തൊട്ടാലും അപ്പൊ അവൾക്ക് ഫീലിങ്സ് ആവും. അത് തന്നെ. അവളുടെ വാക്കും കേട്ട് അണ്ണൻ മുഖ്യമന്ത്രിയോടൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുന്നു. എന്നാൽ മുഖ്യമന്ത്രി അവന് പട്ടിവില കൊടുത്ത് അവനെ നാറ്റിക്കുന്നു. അത് പുഷ്പയുടെ മനസ്സിൽ ആഴത്തിൽ പതിയുന്നു. അങ്ങനെ ഈഗോ കൂടി മുഖ്യമന്ത്രിയെ മാറ്റി തന്റെ സുഹൃത്തായി സിദ്ധപ്പയാക്കാൻ തീരുമാനിക്കുന്നു. അതിന് 100 കോടി വേണമെന്ന് അയാൾ പറയുമ്പോൾ 500 കോടി തരാമെന്ന് അണ്ണൻ പറയുന്നു. എന്റെ 3 കോടി വീണ്ടെടുക്കാൻ വേണ്ടി 5 കോടി വരെ മുടക്കാൻ അണ്ണൻ തയ്യാറാണെന്ന് പറയുന്നു. പുഷ്പ വിദേശത്തേക്ക് പോയി നേരിട്ട് രക്തചന്ദനം വിൽക്കാനുള്ള വലിയ ഡീൽ ഉറപ്പിക്കുന്നു. 5000 കോടിയുടെ ഡീൽ അണ്ണൻ ഉറപ്പിക്കുന്നു. ബാക്കി പൈസയ്ക്ക് ഒരു ഹെലികോപ്റ്റർ വാങ്ങിക്കുന്നു. കളിക്കുന്ന ഹെലികോപ്റ്ററിലട്ടാ. അറിയാലോ, പുഷ്പ എന്നാൽ താഴത്തിലടാ. അണ്ണൻ ആയിരക്കണക്കിന് ടൺ ചരക്കുകൾ കടത്താനുള്ള പദ്ധതി തയ്യാറാക്കുന്നു. അങ്ങനെ രക്തചന്ദനം കടത്താൻ വേണ്ടി സിൻഡിക്കേറ്റ് എല്ലാം കൂടി പുഷ്പയെ കൊണ്ട് ഷിഗാവത്തിനോട് മാപ്പ് പറയിക്കുന്നു. അതിൽ ഈഗോ മൂത്ത അണ്ണൻ സ്വന്തം കാർ കൊണ്ട് ഷിഗാവത്തിനെ ഇടിച്ച് തൂറ്റിച്ച് സ്വിമ്മിംഗ് പൂളിലേക്ക് തട്ടുന്നു. എന്നിട്ട് ആ പൂളിൽ പുഷ്പ മൂത്രമൊഴിക്കുകയും ചെയ്യുന്നു. അത് കണ്ട് ഷിഗാവത്തിന്റെ എക്സ്പ്രഷൻ. എന്നാലും എന്ത് കണ്ടിട്ടാണ് ഇവൻ ഇത്രയും എക്സ്പ്രഷൻ കാണിക്കുന്നത്? ഇത് കണ്ടിട്ട് തന്നെയും ശ്രീവല്ലി വീണത്. കാര്യം പുഷ്പയൊക്കെ ആണെങ്കിലും അണ്ണൻ ഈ കാണിച്ചത് വളരെ തെണ്ടിത്തരമായി പോയി. അങ്ങനെ ഷിഗാവത്ത് പുഷ്പയുടെ കള്ളക്കടത്ത് പിടിച്ചുവെങ്കിലും എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് രക്തചന്ദനം കാളവണ്ടിയുടെ രൂപത്തിൽ കടത്തുന്നു. അണ്ണന്റെ ബുദ്ധി റോക്കറ്റ് തന്നെ. അതിന്റെ ഇടയിൽ പുഷ്പയും ഷിഗാവത്തും തമ്മിൽ കൊണകൊണ പറച്ചിൽ. പിന്നെ ഷിഗാവത്തിന്റെ ശിഖണ്ഡികളെയും. മറുവശത്ത് മൂടേഷായിരുന്ന ശ്രീവല്ലി ഗർഭിണിയാകുന്നു. എന്താ ഇത്രയും ലേറ്റ് ആയത്? രണ്ടിന്റെയും തുള്ളൽ കണ്ടപ്പോൾ ഒരുപാട് മുന്നേ ആവേണ്ടതായിരുന്നു. എല്ലാം ഉണ്ട് പുഷ്പയ്ക്ക്, എന്നാൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അതല്ല കുടുംബപ്പേര്. സ്വന്തം കുഞ്ഞിന് കുടുംബപ്പേര് ഇല്ലാതാകുമോ എന്ന ചിന്ത പുഷ്പയെ വേദനിപ്പിക്കുന്നു. അതിനിടയിൽ പുഷ്പയുടെ സ്റ്റെപ്പ് ബ്രദറിന്റെ മകളെ ചിലർ ശല്യം ചെയ്യുകയും പുഷ്പ അവരെ അടിച്ചു തൂറ്റിക്കുന്നു. ഇതിന്റെ ഇടയിൽ തെലുങ്കന്മാർ ശിഖണ്ഡിയാക്കി ഷിഗാവത്ത് ആത്മഹത്യ ചെയ്യുന്നു. പുഷ്പയുടെ പണവും സ്വാധീനവും ഉപയോഗിച്ച് സിദ്ധപ്പ പുതിയ മുഖ്യമന്ത്രിയാകുന്നു. അവന്റെ ഈഗോ തീരുകയും ചെയ്യുന്നു. ശ്രീവല്ലിയുടെ വാക്കും കേട്ട് അണ്ണനിപ്പോ ആരാ? അതിന്റെ ഇടയിൽ ശ്രീലലി ചേച്ചിയുടെ ഒരു കിസിക്ക് സോങ്. അങ്ങനെ ഒരു ദിവസം സ്റ്റെപ്പ് ബ്രദറിന്റെ മകൾ കാവേരിയെ വീണ്ടും ചിലർ തട്ടിക്കൊണ്ടുപോകുന്നു. വിവരം അറിഞ്ഞ പുഷ്പ അവളെ രക്ഷിക്കാൻ ശത്രുക്കളുടെ താവളത്തിലെത്തുന്നു. എല്ലാറ്റിനെയും അടിച്ചു തൂറ്റിക്കുന്നതിന് പകരം എല്ലാറ്റിനെയും അണ്ണൻ കടിച്ചാണ് തൂറ്റിക്കുന്നത്. അങ്ങനെ കാവേരി രക്ഷിച്ച പുഷ്പ കുറ്റവാളികളെ ഇല്ലാതാക്കുന്നു. അങ്ങനെ പുഷ്പയുടെ സ്റ്റെപ്പ് ബ്രദേഴ്സ് അവനെ സ്വന്തം കുടുംബമായി അംഗീകരിക്കുകയും റേഷൻ കാർഡിൽ അവന്റെ പേരുകൾ ഉൾപ്പെടുത്താമെന്ന് സ്റ്റെപ്പ് ബ്രദർ അവന് വാക്ക് കൊടുക്കുകയും ചെയ്യുന്നു. പുഷ്പ എൻഡ് ഗെയിം.